നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നാരങ്ങയും ഈന്തപ്പഴവും കൂടെ കൂട്ടിയിട്ട് ഒരു അച്ചാറിടാം. അപ്പോൾ അതിനായിട്ട് ഒരു നാരങ്ങ 4 നമുക്ക് മുറിച്ചെടുക്കാം. ഈന്തപ്പഴവും നാരങ്ങയും കൂട്ടിയുള്ള ഒരു അച്ചാർ നമ്മുടെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കാരണം അച്ചാറിന് ഒരു ചെറിയൊരു മധുരവും കൂടി ഉണ്ടാവും. നമ്മളിപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് സദ്യക്കാണെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷേ മോസ്റ്റ്ലി ഇത് ഉപയോഗിക്കുന്നത് ബിരിയാണിയുടെ കൂടെയാണ്. നാരങ്ങയെല്ലാം മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. പൊടിയുപ്പ് ഇട്ട് കൊടുത്ത് ഒരു ഫുൾ ഡേ നമ്മൾ മാറ്റി വെക്കുക. അതിന് ശേഷം മാത്രം എടുത്ത് അച്ചാറിടുക. ഇവിടെ കുറച്ച് ഈന്തപ്പഴം അൺസീഡ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അടികട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാറൊക്കെ ഇടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ മാത്രം ഇടുക. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ദിവസം മുന്നേ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം. കുരു കളഞ്ഞ് എടുത്ത ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ആദ്യമേ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മളൊരു മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ച് ഗ്യാസ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ 2 കിലോ നാരങ്ങയ്ക്ക് 1 കിലോ ഈന്തപ്പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ജീരകം എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അച്ചാറിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ വിനാഗിരി നമ്മൾ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കുക. അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിനാഗിരിയൊക്കെ ഇട്ട് അച്ചാർ മിക്സ് ചെയ്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. അത് നമ്മുടെ വെളിയിൽ ഒരു 10 ദിവസം തൊട്ടൊരു 15 ദിവസം വരെ വെച്ചതിന് ശേഷം മാത്രം ഒരു റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കാലങ്ങളോളം ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.